നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി. വിശദവാദം തിങ്കളാഴ്ച. FIR നിലനിൽക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി. ആദ്യ കേസിലെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ഇൻഡിഗോ വിമാന കമ്പനിയിലെ പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി വ്യോമയാന മന്ത്രാലയം. ദുരിതത്തിലായ യാത്രക്കാരെ ചൂഷണം ചെയ്യരുതെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം. ഇന്ന് മുടങ്ങിയത് 400-ലേറെ സർവീസുകൾ. ബദൽ സംവിധാനമൊരുക്കി റെയിൽവേ. ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രം. സർവീസ് റോഡ് തിങ്കളാഴ്ചയ്ക്കകം ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. അടിത്തറ നിർമ്മിച്ചതിലടക്കം വീഴ്ചയെന്ന് പ്രാഥമിക നിഗമനം. അപാകത സംസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പ്രതീക്ഷയും ആശങ്കയുമായി മുന്നണികൾ. സംസ്ഥാനത്ത് SIR-നുള്ള സമയം ഇനിയും നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. പരാതി പരിഹാരത്തിന് രേഖകൾ ഹാജരാക്കേണ്ടത് 50 ലക്ഷം പേർ. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യത. ഇനിയും കണ്ടെത്തേണ്ടത് 20 ലക്ഷം വോട്ടർമാരെയെന്ന് BLOമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്ക്. വിശാഖപട്ടണം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 271 റൺസ് വിജയലക്ഷ്യം. ഡി കോക്കിന് സെഞ്ചുറി. പ്രസിദ്ധ് കൃഷ്ണയ്ക്കും കുൽദീപ് യാദവിനും 4 വിക്കറ്റ് വീതം. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് അറസ്റ്റ് തടയാത്തത്. കേസിൽ തിങ്കളാഴ്ച കൂടുതൽ വാദം കേൾക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഹുലിന്റെ ഹർജിയാണ് തിരുവനന്തപുരം സെഷൻസ് അതിവേഗ കോടതി പരിഗണിച്ചത്. നിലവിൽ അറസ്റ്റ് തടയില്ലെന്ന് പറഞ്ഞ കോടതി തിങ്കളാഴ്ച വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. എന്തുകൊണ്ട് പരാതി KPCC പ്രസിഡന്റിന് ലഭിച്ചുവെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നും കോടതി ചോദിച്ചു. കേസിൽ കഴമ്പുണ്ടെന്ന് KPCC പ്രസിഡന്റിന് തോന്നിയതുകൊണ്ടാകാം പോലീസിന് കൈമാറിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇമെയിലിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR മാത്രം രേഖപ്പെടുത്തിയാണ് കേസെടുത്തതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ അടക്കം തിങ്കളാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് ഈ മാസം 15-ാം തീയതി വരെ തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടിയുണ്ടായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആദ്യ പീഡന കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ജാമ്യം നിരസിച്ച സെഷൻസ് കോടതി വിധിയും സമർപ്പിച്ച തെളിവുകളും പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് S. രാജീവിന്റെ അപേക്ഷ ജസ്റ്റിസ് K. ബാബു അനുവദിച്ചു. ഹർജി ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. അതുവരെ ഈ കേസിൽ അറസ്റ്റ് ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് K. ബാബു മുൻപാകെ പ്രധാനമായും ഒരൊറ്റ കാര്യമാണ് ഹർജി ഭാഗം അഭിഭാഷകൻ S. രാജീവ് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കോടതി വസ്തുതകൾ പ്രാഥമികമായി തന്നെ വിലയിരുത്തണം. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച സാഹചര്യവും അതിൽ കോടതി ഉത്തരവിൽ വിലയിരുത്തിയ കാര്യങ്ങളും പരിശോധിക്കണം. ഇരുകൂട്ടരും സെഷൻസ് കോടതിയിൽ നൽകിയ രേഖകളും വാട്സാപ്പ് ചാറ്റുകളും പെൻഡ്രൈവും വിലയിരുത്തണം. കേസിന് രാഷ്ട്രീയമാനങ്ങൾ ഉള്ളതുകൊണ്ടും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുള്ളത് കൊണ്ടും ജാമ്യാപേക്ഷ നൽകിയ രാഹുലിന്റെ അറസ്റ്റ് ദയവായി തടയണം. വസ്തുതകൾ പ്രാഥമികമായി പരിശോധിച്ച കോടതി ബലാത്സംഗ കുറ്റം നിലനിൽക്കാൻ സാധ്യതയില്ലെന്ന സെഷൻസ് കോടതി ഉത്തരവിലെ പരാമർശം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ആ കുറ്റമില്ലെങ്കിൽ പിന്നെയുള്ള ഭ്രൂണഹത്യാ കുറ്റം നിയമപരമായി ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അല്ലെങ്കിൽ ഹർജിക്കാരൻ ഇരയെ നേരിട്ട് ആക്രമിച്ച് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഭ്രൂണഹത്യ നടത്തണം. അത്തരം സാഹചര്യങ്ങളൊന്നും ഈ കേസിൽ ആരോപിച്ചിട്ടില്ലെങ്കിൽ കേസ്
പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കാവുന്ന ചെറിയ കേസായി മാറും. ഇത്തരം നിയമവശങ്ങൾ വിലയിരുത്തിയാവണം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത്. കേസ് 15-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന് വിശദീകരണവും ലഭ്യമായ തെളിവുകളും നൽകാം. കോടതി വിശദമായ വാദം കേട്ട് ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കും. അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത ന്യൂസ്, കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നത് ഹൈക്കോടതിയുടെ താൽക്കാലിക വിധി മാത്രമാണെന്നും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ അഴീക്കോടൻ മന്ദിരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേസുകൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. കേസുകൾ ഗുരുതരമാണ്. UDF പ്രതിസന്ധിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഘടകമല്ലെങ്കിലും UDFന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഫലപ്രദമായിട്ട് നിയമത്തിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ്. താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസുകൊണ്ട് രണ്ടാമത്തെ കേസിന് വീണ്ടും ഇപ്പോൾ തന്നെയുള്ള അപ്പോൾ മൂന്നാമത്തെ ഇപ്പം അതും വരും. ആദ്യത്തെ നേരെ വീട് കയറി കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയുള്ള കേസാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ നിരവധിയാണ് കേസ്. ആ കേസുകളിൽ ഒരു താൽക്കാലികമായ ാണ് ഇതെല്ലാം ഞാൻ പാടില്ല അതുവരെ 15-ാം തീയതി കേസ് എടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഇത് വലിയ ഗുരുതരമായ കേസാണ്. ആ കേസ് ഫലപ്രദമായിട്ട് നിയമപരമായി കൈകാര്യം ചെയ്യും. ഞങ്ങളിത് ഈ പറയുന്നതെല്ലാം തന്നെയല്ലേ പ്രചരണം. ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമല്ല. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ ഒരു 9.5 വർഷക്കാലമൊക്കെ ഭരണം നടത്തി സ്വാഭാവികമായിട്ട് ഇലക്ഷൻ നടന്നാൽ എത്ര വലിയ രീതിയിലുള്ള ഗവൺമെന്റ് വിരുദ്ധ വികാരമൊക്കെ ഉണ്ടോ? ആരാ പ്രതിക്കൂട്ടിലായത്? ഭരണകക്ഷിയല്ല പ്രതിക്കൂട്ടിലായത്. പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ അത്യപൂർവം തെരഞ്ഞെടുപ്പാണിത്. 15-ാം തീയതി വരെ രാഹുലിന് സമയം കൊടുത്ത ഹൈക്കോടതി നടപടി നീതീകരിക്കാൻ കഴിയില്ലെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കീഴ്ക്കോടതി പരിശോധിച്ച കാര്യങ്ങൾ പോലും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് ഹൈക്കോടതിയുടെ നടപടി. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ലെന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് താൽപ്പര്യമില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകും. രാഹുൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും അറിയാമെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അത് CPMൻ്റെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്. കാരണം ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടി കൊണ്ടുപോയി രാഹുലിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചതിന് ഉള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട കോടതി ഒന്നും പരിശോധിച്ചതായി കാണുന്നില്ല. കീഴ്ക്കോടതി പരിശോധിച്ച കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കാതെയാണ് 15-ാം തീയതി വരെ സമയം കൊടുത്തിരിക്കുന്നത്. ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല. പക്ഷേ ഒറ്റനോട്ടത്തിൽ 15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രി കോൺഗ്രസിന് മേൽ കുറ്റം ചുമത്തുമ്പോൾ പോലീസ് നൽകിയ റിപ്പോർട്ട് എന്താണെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് കർണാടകയിൽ പോയ സംഘം എന്തുകൊണ്ട് രാഹുലിനെ പിടികൂടുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ആൾ തിരികെ വരുമെന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ലെന്നും തെരഞ്ഞെടുപ്പിനെ UDF ഒറ്റക്കെട്ടായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി കടന്നു പോകണം, അടുത്ത ദിവസം കൂടി വീണ്ടും കടന്നു പോകണം. 9-ാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് 11-ാം തീയതി വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്ന അവസരത്തിൽ അതുവരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുവാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയണ്ടേ? ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുള്ള ഒരു പ്രതിയെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വേറെ എങ്ങുമുള്ളതല്ല, നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ, ഓഫീസ് അസോസിയേഷൻ്റെ അതിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി വിട്ടത് അതുകൊണ്ട് തന്നെയാണ്.
പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുടെ ജാമ്യ വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പോലീസിന്റെ കഴിവുകേട് മറച്ചുവെക്കാനാണ് കർണാടകത്തിൽ രാഹുലിന് സുരക്ഷ ഒരുക്കുന്നത്. കോൺഗ്രസ് ആണെന്ന് ആരോപിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തിരിച്ചു വരില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കലോ ഞങ്ങളുടെ വിഷയമല്ല. അതെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. പുറത്താക്കിയ ആൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയേണ്ട ബാധ്യത ഞങ്ങൾക്കാണ്. പ്രണയബന്ധവും ഗർഭഛിദ്രവും കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? ഇത്തരം കേസുകളിലെ നിയമവഴികൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിയമം ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചടിയാകുമ്പോൾ ഇരവാദം അപ്രസക്തമാകുകയാണ്. സമീപകാലത്തെ പല പീഡന കേസുകളിലും ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന പരാതി വ്യാപകമാണ്. എന്തുകൊണ്ട് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഇരകളായ സ്ത്രീകൾക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടാകുന്നു. യഥാർത്ഥ പ്രശ്നം നിയമത്തിന്റെ ദുരുപയോഗം തന്നെയാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ശാരീരിക ബന്ധത്തിൽ ജീവിക്കുന്നിടത്തുനിന്ന് തന്നെ ഇരകൾ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും അകലുന്നു. അതിനുശേഷം ഇരുകൂട്ടരും പ്രതീക്ഷിക്കാതെ ഒരു ഗർഭാവസ്ഥയുണ്ടായാൽ ബന്ധം വഷളാവുകയും ഒരുപക്ഷെ പുരുഷൻ കൈയൊഴിഞ്ഞു പോവുകയും ഒക്കെ സംഭവിക്കാം. പെൺകുട്ടി മാനസികമായും ശാരീരികമായും തകരുകയും ഭ്രൂണഹത്യ വരെ നടത്തി താൽക്കാലികമായി മാനം രക്ഷിക്കുകയും ചെയ്യാം. ഇതറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇരകൾക്ക് ധൈര്യം കൊടുത്ത് പരാതിയുമായി പിന്നീട് പോലീസിനെ സമീപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നത്. ചില ചാനൽ അവതാരകർ അത് ആഘോഷമാക്കുന്നു. അന്തിച്ചർച്ചകളടക്കം ഇരുവരുടെയും സ്വകാര്യത സമൂഹ മാധ്യമത്തിലിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ പീഡന പരാതി കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും ഇരകൾക്ക് തിരിച്ചടിയാവുന്നു. ഇരവാദം അവിടെ തീരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗ കുറ്റം ആരോപിച്ച് ഇര പരാതി നൽകുമെങ്കിലും മുൻപ് സ്നേഹത്തിലിരിക്കുമ്പോഴുള്ള വാട്സാപ്പ് ചാറ്റുകൾ കോടതിയിലെത്തുമ്പോൾ ബലാത്സംഗം എന്ന ഹീന കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലാകുന്നു. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റമല്ല. പക്ഷേ അത് മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ടാണെങ്കിൽ ഭർത്താവിന്റെ പരാതിയിൽ പുരുഷനെതിരെ മാത്രം കേസ് നിലനിൽക്കും. ഭ്രൂണഹത്യ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷെ അക്കാര്യത്തിൽ ഇരയ്ക്കും ഇണയ്ക്കും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇരയെ ബലം പ്രയോഗിച്ച് ഭ്രൂണഹത്യ നടത്തിയാൽ മാത്രമേ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കാനാവൂ. ഫോൺ ചെയ്ത് പ്രേരിപ്പിച്ചാലും ഒരു മാതാവ് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് ആ മാതാവിനെതിരെയും കുറ്റം ചാർത്താവുന്ന കുറ്റകൃത്യമാണ്. കേസ് തിരിയുമ്പോൾ ഈ പരാതിക്കാരിയും ആരോപണ വിധേയനും ഒന്നിച്ചാൽ കൂട്ടുനിന്ന ഇരയുടെ സുഹൃത്തുക്കൾ പ്രതികളാവാനും സാധ്യതയുണ്ട്. അവർക്കെതിരെയുള്ള ശക്തയായ സാക്ഷി ഈ ഇരയായ പെൺകുട്ടി തന്നെ ആവാം. അവിഹിത ഗർഭക്കേസുകൾ ചാനൽ ചർച്ചകളിലും കോടതി മുറികളിലും എത്തിക്കുവാൻ ആവേശം കൊള്ളുന്ന മൂന്നാം കക്ഷികളായ ഉത്സാഹ കമ്മിറ്റിക്കാർ സൂക്ഷിക്കുക. നിയമം ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർക്കും തിരിച്ചടി ലഭിച്ചേക്കും. അഡ്വക്കേറ്റ് രാജേഷ് PR, അമൃത ന്യൂസ്, കൊച്ചി. യഥേഷ്ടമുള്ള വിമാന ടിക്കറ്റ് നിരക്കിന് മൂക്കുകയറിട്ട കേന്ദ്ര സർക്കാർ 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പരമാവധി 7500 രൂപയെ ഈടാക്കാവൂ എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ആഭ്യന്തര സർവീസുകൾക്കാണ് നിയന്ത്രണം. വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. പല വിമാന കമ്പനികളും യാത്രക്കാരെ പിഴിയുന്നത് നമ്മൾ കണ്ടതാണ്. നേരിട്ടുള്ള ഫ്ലൈറ്റുകളില്ലാതെ കണക്ഷൻ ഫ്ലൈറ്റുകളിൽ പോലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനക്കൊള്ളയിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായി തുടരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. വിമാന കമ്പനികൾ അസാധാരണമായ രീതിയിൽ നിരക്ക് കൂട്ടിയ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണം വ്യോമയാന മന്ത്രാലയം കൊണ്ടുവരുന്നത്. 500 കിലോമീറ്റർ വരെ 7500 രൂപ, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 12000 രൂപ, 1000 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ 15000 രൂപ, 1500 കിലോമീറ്ററിന് മുകളിൽ 18000 രൂപ എന്നിങ്ങനെയാണ് എക്കണോമി ടിക്കറ്റിലെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. യൂസർ ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ സർവീസ് ഫീസ്, നികുതി എന്നിവ ഇതിനു പുറമെയാണ്. ബിസിനസ് ക്ലാസിനും ഉഡാൻ ഫ്ലൈറ്റുകൾക്കും ഈ നിരക്ക് ബാധകമല്ല. ഇൻഡിഗോയിലെ പ്രതിസന്ധികൾക്കിടെ വിമാനം റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് എയർലൈൻ കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവർത്തന തടസ്സങ്ങൾ കാരണം വിമാനം റദ്ദാക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാർക്കുള്ള റീഫണ്ടിംഗ് നടപടികൾ ഞായറാഴ്ച രാത്രിക്കകം, അതായത് നാളെ വൈകിട്ട് 7 മണിക്കകം പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇൻഡിഗോ സർവീസുകൾ താറുമാറായതിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികളിലെ യാത്രാക്കൂലി കുത്തനെ കൂട്ടിയിരുന്നു. ഇൻഡിഗോ സർവീസ് റദ്ദായവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നോൺ സ്റ്റോപ്പ് എയർ ഇന്ത്യ ടിക്കറ്റിന് 55,955 മുതൽ 64,557 രൂപ വരെയായിരുന്നു നിരക്ക്. കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 38,000 രൂപ കടന്നു. യാത്രാക്കൂലി കൂട്ടരുതെന്ന് കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി തന്നെ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നാണ് നിരക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നും വിമാന
വിമാനങ്ങൾ വ്യാപകമായി റദ്ദാകുന്ന സാഹചര്യമുണ്ടായി. ബംഗളൂരു, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം റദ്ദാക്കിയത് 600-ലേറെ സർവീസുകളാണ്. അതേസമയം പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേയും രംഗത്തെത്തി. ബദൽ സംവിധാനമായി 30 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഒരുക്കും. 37 ട്രെയിനുകളിലായി 116 അധിക കോച്ചുകളും വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം 13 വരെ പ്രധാന നഗരങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ തുടരും. വ്യോമയാന പ്രതിസന്ധിയിൽ മന്ത്രാലയത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. കഴിഞ്ഞ മാസം നൽകിയ ഉത്തരവ് നടപ്പാക്കാതെ ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്നാണ് DGCAയുടെ വിലയിരുത്തൽ. ഈ മാസം 15-ന് അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് സമർപ്പിക്കണം. ന്യൂസ് ഡെസ്ക് അമൃത TV. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടലിക്കിടാമെന്ന് കരുതേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാങ്കേതിക പരിശോധന നടത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പിടലിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന സംഭവത്തിൽ സർവീസ് റോഡ് ഡിസംബർ 8-നുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ വിളിച്ച ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ഈ തീരുമാനം അറിയിച്ചത്. അപകട കാരണം വ്യക്തമാക്കാൻ റിപ്പോർട്ട് ലഭിക്കണമെന്നും യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ പറഞ്ഞു. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അതേസമയം അപകടത്തിന് കാരണം ഡിസൈനർ തകരാറെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. തകർന്ന സർവീസ് റോഡ് തിങ്കളാഴ്ചയോടെ ഗതാഗത യോഗ്യമാക്കുമെന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. റോഡ് തകർന്ന സ്ഥലത്തെ കോൺക്രീറ്റ് പാനലുകൾ മാറ്റി മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ട്രാഫിക് വാർഡർമാരെ നിയോഗിക്കും. ഒപ്പം അപകട സാധ്യത ഉള്ളതായി പരാതികൾ ഉയർന്നിട്ടുള്ള സ്ഥലങ്ങളും മുൻപ് നിർമ്മാണത്തിലിരിക്കെ റോഡ് തകർന്ന ദേശീയപാതയുടെ ഭാഗങ്ങളും കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘം പരിശോധന നടത്തും. അവിടുത്തെ അപകടം നടന്ന സ്ഥലത്തുള്ള വലതുഭാഗത്തുള്ള റോഡ് ഗതാഗതത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്തോടു കൂടി, അതായത് 7-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ട് സജ്ജമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് NHI അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇടതുഭാഗത്തുള്ള ഇപ്പൊ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗത പുനഃസ്ഥാപനം നടക്കുന്നത് 8-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ ആയിരിക്കുകയുള്ളൂ. എന്നാൽ റോഡ് തകർന്ന പ്രദേശം വയലുകളും മറ്റുമുള്ള ചതുപ്പ് പ്രദേശമായതിനാൽ മണ്ണിട്ടുയർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് കോൺക്രീറ്റ് തൂണുകളിലൂടെ പാലം നിർമ്മിക്കണം എന്ന ആവശ്യമുയർന്നെങ്കിലും അക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. അപകടത്തിന്റെ കാരണങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി NHIAയുടെ വിദഗ്ധ സംഘവും സ്ഥലം സന്ദർശിക്കും. നാളെ വൈകിട്ടോടെ സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് ദേശീയപാതയുടെ നിർമ്മാണ മേൽനോട്ടമുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അപകടത്തിനു കാരണം ഡിസൈൻ തകരാറെന്ന് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. ഈ ഭാഗത്ത് വളരെ താഴ്ചയിൽ മണ്ണിട്ട് പൊങ്ങി വന്നതിന്റെ ഡിസൈനിന്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിസൈനാണ്. എന്തായാലും ഇന്നലെ തന്നെ ട്രാഫിക് നിർത്തി കൊച്ചുകുട്ടികൾ വന്ന ബസ്സും അതുപോലെ തന്നെ കുറെ വണ്ടികൾ അവിടെ തന്നെ ബ്ലോക്കഡായി പോയി. അതൊക്കെ മാറ്റിയപ്പോ ഈ ഭാഗത്തെ മണ്ണ് മാറ്റി NHIയുടെ അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. NHI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നതല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. അപകടമുണ്ടായ സ്ഥലത്ത് കോൺക്രീറ്റ് പാനലുകൾ മാറ്റി മണ്ണ് മാറ്റുന്ന ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയായിരുന്നു റോഡിൽ ഗതാഗത തിരക്കുള്ള സമയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത്. സ്കൂൾ ബസ് ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളും തകർന്ന സർവീസ് റോഡിൽ അകപ്പെട്ടു. തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അമൃത ന്യൂസ്, കൊല്ലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെ പ്രചരണത്തിന് കലാശക്കൊട്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് പ്രചരണം അവസാനിക്കുന്നത്.
പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും പരസ്പരം ഉന്നയിച്ച് പ്രചരണം കൊഴുപ്പിക്കാനാണ് മൂന്ന് മുന്നണികളുടെയും നീക്കം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ LDF-ന്റെയും UDF-ന്റെയും മേൽക്കൈയിൽ വിള്ളലുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP-യുള്ളത്. വികസനക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകിയുള്ള പ്രചരണമാണ് LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടം ഉൾപ്പെടെ വിശദീകരിച്ചുള്ള പ്രചരണം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ സഹായകമാകുമെന്ന് LDF കരുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതായിരുന്നു പ്രചരണഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ പ്രധാന വിഷയം. എന്നാൽ വൈകിയെങ്കിലും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതിലൂടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടുകൾ കരുത്താകുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം തുടരാനായാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അനുകൂല ഫലമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് NDA. LDF-നെതിരെയും UDF-നെതിരെയും ആഞ്ഞടിക്കാൻ പല വജ്രായുധങ്ങളും ഇത്തവണ BJP-ക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമായിരുന്നു അതിൽ പ്രധാനം. തിരഞ്ഞെടുപ്പിൽ അയ്യപ്പ ഭക്തരുടെ വോട്ട് കരുത്താകുമെന്നാണ് BJP കരുതുന്നത്. എന്നാൽ കൗൺസിലറിന്റെയും RSS നേതാവിന്റെയും ആത്മഹത്യ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് തിരിച്ചടിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന് 75 സീറ്റ് ലഭിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. BJP-ക്ക് പകുതി സീറ്റുകൾ നഷ്ടപ്പെടും. അനിൽ തിരുമലയുടെ ആത്മഹത്യയിൽ രാജീവ് ചന്ദ്രശേഖറിനും ഉത്തരവാദിത്തമുണ്ട്. രാജീവിനും അനിൽ പരാതി നൽകിയിട്ടുണ്ട്. BJP കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. പരാജയം ഉറപ്പായപ്പോഴാണ് ആരോപണവുമായി രംഗത്തെത്തിയതെന്നും V. ശിവൻകുട്ടി പറഞ്ഞു. നഗരസഭയിൽ അഴിമതി ആണെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരാജയം ഉറപ്പായതോടുകൂടി അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത കൗൺസിലർ അനിലിൻ്റെയും അതുപോലെ തന്നെ ആനന്ദിൻ്റെയും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും കടുത്ത ദുഃഖത്തിലും BJP നേതൃത്വവുമായി അതിർത്തിയിലുമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ്റെ മണ്ഡലത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുമെന്ന് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷനെതിരെ കുറ്റപത്രം പുറത്തിറക്കിയ NDA. കോഴിക്കോട് മരാർജി ഭവനിൽ നടന്ന പരിപാടിയിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് കുറ്റപത്രം പുറത്തിറക്കിയത്. മേയറെ നോക്കുകുത്തിയാക്കി ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഴിമതിക്ക് നേതൃത്വം നൽകിയത്. പലയിടത്തും BJP-യെ പരാജയപ്പെടുത്താൻ LDF-ഉം UDF-ഉം ധാരണയായിട്ടുണ്ട്. വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചാണ് ഇരു മുന്നണികളും മുന്നോട്ടു പോകുന്നത്. NDA അധികാരത്തിൽ വന്നാൽ അടുത്ത 5 വർഷത്തെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആലപ്പുഴയിൽ അവസാന ലാപ്പിലെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വോട്ടർമാരുടെയും സ്ഥാനാർത്ഥികളുടെയും എണ്ണത്തിൽ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്ന ജില്ലയിൽ തദ്ദേശ പോരാട്ടത്തിന്റെ വിധിയെഴുത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും വനിതകളായിരിക്കും. പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ആവേശവും വർദ്ധിച്ചു. ത്രികോണ പോരാട്ടവും ഇടതു വലതു പോരാട്ടവും ഒരേ മുന്നണിക്കുള്ളിൽ നിന്നുള്ള നേർക്കുനേർ പോരാട്ടവും ജില്ലയിൽ അരങ്ങേറുന്നുണ്ട്. അവസാന ലാപ്പിൽ വീടുകളിലെത്തി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കാലാവസ്ഥ അനുകൂലമായത് പ്രചാരണത്തിന് അനുകൂല ഘടകമാണ്. മുൻനിര നേതാക്കളെ രംഗത്തിറക്കിയാണ് മുന്നണികൾ കളം കൊഴുപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ജില്ലയിലുണ്ടാകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, A. വിജയരാഘവൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആലപ്പുഴ MP-യും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലാണ്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്തിറങ്ങി. രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് NDAയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നവരിൽ പ്രമുഖർ. തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി പട്ടികയിലും വോട്ടർ പട്ടികയിലും സ്ത്രീകളാണ് മുന്നിൽ. ജില്ലയിൽ ആകെയുള്ള 18.02 ലക്ഷം വോട്ടർമാരിൽ 96,000-ത്തിലധികം പേർ വനിതകളാണ്.
5395 സ്ഥാനാർത്ഥികളിൽ 2947 പേരും വനിതകളാണ്. അതിനാൽ തന്നെ തദ്ദേശ പോരാട്ടത്തിന്റെ വിധിയെഴുത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും വനിതകളായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇക്കുറി വനിതകൾക്കിടയിലെ പോരാട്ടവേദിയായി ആലപ്പുഴ ജില്ല മാറുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് താനൂർ നഗരസഭ. BJP പ്രധാന പ്രതിപക്ഷ കക്ഷിയായ നഗരസഭയിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്താണ്. താനൂരിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോഴും പിന്നീട് നഗരസഭയായി മാറിയപ്പോഴും താനൂർ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായി നിലനിന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 44 സീറ്റിൽ 31 സീറ്റും നേടിയത് UDF ആയിരുന്നു. BJPയുടെ മലപ്പുറം ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ താനൂരിൽ കഴിഞ്ഞ തവണ പാർട്ടി 7 സീറ്റാണ് നേടിയത്. വർഷങ്ങളായി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ 6 സീറ്റ് കരസ്ഥമാക്കി. ഉരുക്കുകോട്ടയിൽ ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് UDF. വലിയ ഭൂരിപക്ഷത്തിൽ നഗരസഭയിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക് വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലെ 7 സീറ്റിൽ നിന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. എന്നാൽ NDA ജയിക്കാവുന്ന സീറ്റുകളിൽ ഇടതു വലതു മുന്നണികൾ ഒരു മുന്നണിയായാണ് മത്സരിക്കുന്നതെന്ന് BJP പറയുന്നു. ഇന്ത്യ മുന്നണി നമ്മുടെ താനൂർ മുനിസിപ്പാലിറ്റിയിൽ 6ാം വാർഡിൽ അവർ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നതാണ്. അതുപോലെ മറ്റു ഡിവിഷനിലൊക്കെ തന്നെ BJP സാധ്യതകൾ കെടുത്താൻ വേണ്ടിയുള്ള ശ്രമം രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ മറികടന്ന് BJP ഏതാണ്ട് നല്ല പ്രതീക്ഷയാണ്, വിജയപ്രതീക്ഷയിലാണ്. വർഷങ്ങളായി 3ാം സ്ഥാനത്തുള്ള ഇടതുമുന്നണി പടിപടിയായി സീറ്റ് വർദ്ധിപ്പിച്ച് നഗരസഭയിൽ നിർണായക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. നഗരസഭയുടെ ഭരണം വളരെയധികം ദുസ്സഹമായിട്ടാണ് ഈ ഇത്രയും വർഷ കാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു മാറ്റം ജനങ്ങളിടയിൽ ഇതൊന്ന് മാറി LDF ഭരിക്കണം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മന്ത്രി V. അബ്ദുറഹ്മാന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിൽ വലിയ നേട്ടം ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു തരത്തിലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമി കന്നി വോട്ട് നൽകിയത് കോൺഗ്രസിന്. UDF നിൽക്കക്കള്ളിയില്ലാത്ത മുന്നണിയായി മാറി. 4 വോട്ടിനു വേണ്ടി ഏത് തരത്തിലുള്ള അവസരവാദ നിലപാടും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ മീറ്റ് ദി പ്രസിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടഞ്ഞത് കോടതി നടപടി മാത്രമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി മുഖപത്രത്തിൽ വന്ന 1987 തിരഞ്ഞെടുപ്പ് നയം ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് വോട്ട് നൽകില്ല എന്ന മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കന്നിവോട്ട് കോൺഗ്രസിനായിരുന്നു എന്ന് വ്യക്തം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു തരത്തിലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. UDF നിൽക്കക്കള്ളിയില്ലാത്ത മുന്നണിയായി മാറി. 4 വോട്ടിനു വേണ്ടി ഏതു തരത്തിലുള്ള അവസരവാദ നിലപാടും UDF സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സുവ്യക്തമായിട്ടുള്ളതാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടിലക്കിടാമെന്ന് കരുതണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക പരിശോധന നടത്തേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണെന്നും അതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പിറലിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞത് കോടതി നടപടി മാത്രമാണെന്നും രാഹുലിനെ കണ്ടെത്താൻ പോലീസിനായില്ല എന്നത് ശരിയാണ്, എന്നാൽ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അറസ്റ്റ് ചെയ്യുന്നതിനൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തുനിൽക്കലാണ്. PM ശ്രീ ലേബർ കോഡ് വിഷയങ്ങളിൽ നിലപാട് മാറ്റമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ച് അറിയില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ ശബരിമല വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നീട്ടണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ സമയപരിധി പര്യാപ്തമല്ലെന്നും ഡിസംബർ അവസാനം വരെ നടപടികൾ നീട്ടിവെക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യമുയർന്നു. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യതയുണ്ട്. 50 ലക്ഷത്തോളം പേർ രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നും പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു. അതേസമയം കുറ്റമറ്റ രീതിയിൽ പട്ടിക തയ്യാറാകുമെന്നും നീട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു.
ശബരിമല തീർത്ഥാടന കാലത്തെ അപകടങ്ങൾക്ക് അറുതി വരുത്താൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ പദ്ധതി. തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന മുണ്ടക്കൈ മുതൽ കുട്ടിക്കാനം വരെയുള്ള പാതയിൽ വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കി. രാത്രി സമയങ്ങളിൽ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകുന്നു. ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് സുരക്ഷ മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സേഫ് സോൺ പദ്ധതി നടപ്പാക്കുന്നത്. ഇടുക്കി ജില്ലയിൽ പീരുമേട്, കുട്ടിക്കാനം എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന പ്രദേശത്തെ റോഡുകളെ 6 തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സേഫ് സോൺ പദ്ധതി വഴി റോഡ് സുരക്ഷ ഉറപ്പാക്കാനും തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതിനായി 24 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ 6 വാഹനങ്ങളിലായി മേഖലയിലുണ്ടാകും. ഒരു ചെക്ക് പോയിന്റ് കണ്ടെത്തുക, വഴിയിൽ നിന്നിട്ട് ഉദ്യോഗസ്ഥരുടെ വണ്ടി കൈ കാണിച്ച് നിർത്തി താഴെ 23 കിലോമീറ്റർ ഇറക്കമാണെന്ന്, നല്ല ടേണാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ വലിയ ടേണാണെന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്ര ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാമിക്ക് കറക്റ്റ് സമയത്ത് ദർശനം നടത്തണമെങ്കിൽ അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ബസ്, എല്ലാ കാറുകളോടും നമുക്ക് പറയാൻ പറ്റില്ല. റാൻഡമായിട്ട് വരുന്ന ബസ്സുകൾ, പിന്നെ ഏറ്റവും കൂടുതൽ ടെമ്പോ ട്രാവലറും വലിയ ബസ്സിനുമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ, വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ തുടങ്ങിയവ വിതരണം ചെയ്യും. മുഴുവൻ സമയവും സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തീർത്ഥാടകർക്ക് കൈമാറും. റോഡിൽ തകരാറിലാകുന്ന വാഹനങ്ങൾക്കായി മൊബൈൽ വർക്ക്ഷോപ്പും ക്രെയിൻ സംവിധാനവും ഒരുക്കുന്നു. അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രികളിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാണ്. ശബരിമല സീസൺ ആരംഭിച്ചതിനു ശേഷം തീർത്ഥാടകരുടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതോടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. ശബരിമല സന്നിധാനത്ത് ദീപാരാധന അല്പസമയത്തിനകം ആരംഭിക്കും. തത്സമയത്ത്
ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ശബരിമലയിലേക്ക് പോകുന്ന പരമ്പരാഗത കാനനപാതയിൽ കാട്ടാന ആക്രമണം. യുവാക്കളായ അയ്യപ്പ ഭക്തർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സത്രം പുൽമേട് ഭാഗത്ത് വെച്ച് 6 അംഗ സംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ചേർത്തല സ്വദേശികളായ യുവാക്കളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിശാഖപട്ടണം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 271 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവർ പൂർത്തിയാക്കാൻ 13 പന്ത് ബാക്കി നിൽക്കെ 270 റൺസിന് പുറത്തായി. സെഞ്ചുറി നേടിയ ഡീകോക്കാണ് ദക്ഷിണാഫ്രിക്കൻ നിരയിലെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് യാദവും 4 വിക്കറ്റ് വീതം നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടമാകാതെ 40 റൺസ് എടുത്തിട്ടുണ്ട്.